ഈ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെയും ഭരണം അട്ടിമറിക്കാൻ BJP നോക്കിയിട്ടില്ല. BJP പ്രവർത്തകർ ഭയന്നാണ് ഇരിക്കുന്നത്. അവരോടെല്ലാം പറഞ്ഞിരിക്കുന്നത്, തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ പറഞ്ഞിരിക്കുന്നത് 4-ാം തീയതി അമിത്ഷാ പോവും, അതിനുശേഷം നിൻ്റെ കയ്യോ കാലോ കാണില്ല എന്നുള്ളതാണ്. അവർ പേടിച്ചാണ് ഇരിക്കുന്നത്. ഇപ്പോൾ അമിത്ഷാ പറഞ്ഞ 6 മാസത്തേക്ക് കേന്ദ്രസേന ഇവിടെ കാണും. 48 പേര് ഇപ്പം തന്നെ ശ്രദ്ധയുടെ കൂടെ ഉണ്ട്. അത് 63 ആകും. പക്ഷേ 63 ആയാലും ഇപ്പം മന്ത്രിസഭ തള്ളിയിടണ്ട എന്നുള്ളതാണ് BJP ആഗ്രഹിക്കുന്നതാണ് പറയുന്നത്. കാരണം ഇനിയിപ്പം 8-10 മാസമേ ഉള്ളൂ ഇലക്ഷൻ. ഇന്ത്യ മുന്നണിക്ക് ഇത് പറഞ്ഞ് വിലപിക്കാൻ ഒക്കില്ല. നോർത്ത് സൗത്ത് പറഞ്ഞ് വിലപിക്കാൻ പറ്റാത്ത വിധത്തിൽ അവരൊരു കെണിയിൽ പെടുത്തി ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയിപ്പം ഡീലിമിറ്റേഷനും അതുപോലെ തന്നെ വനിതാ ബില്ലും ഒക്കെ വരുമ്പോൾ വലിയ പതനത്തിലേക്കാണ് ഇന്ത്യ മുന്നണി പോകുന്നത്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. പശ്ചിമ ബംഗാൾ, പഞ്ചാബ് ഈ 2 സംസ്ഥാനങ്ങൾ ഇന്ന് ചർച്ചയാവുകയാണ് BJP മുന്നേറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ. പശ്ചിമ ബംഗാളിൽ BJP അധികാരത്തിലെത്തുമോ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പഞ്ചാബിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കുമ്പോൾ ആം ആദ്മി പാർട്ടിയിൽ നിന്നും കൂട്ടത്തോടെ കൂടുമാറി BJP ക്യാമ്പിലെത്തിയ 7 MP-മാർ, അത് വലിയ ഒരു ചർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്തിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ BJP അജണ്ട? എന്തെങ്കിലും തരത്തിലുള്ള രഹസ്യ അജണ്ടയുണ്ടോ? ആം ആദ്മി പാർട്ടിയെ തകർത്തുകൊണ്ട് പഞ്ചാബ് പിടിക്കുക, ബംഗാളിൽ അധികാരം പിടിച്ചെടുക്കുവാൻ എന്തെങ്കിലും രഹസ്യ നീക്കം നടത്തുമോ? ഇതൊക്കെ ദേശീയാടിസ്ഥാനത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിന്ന് അതിൻ്റെ വിവിധ വശങ്ങൾ പരിശോധിക്കാം. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. അടുത്ത 4-ാം തീയതി വോട്ട് എണ്ണുമ്പോൾ ഒട്ടേറെ സംസ്ഥാനങ്ങളുടെ ജനവിധി അറിയാൻ സാധിക്കും. പശ്ചിമ ബംഗാൾ വലിയ ചർച്ചയായി. ഈ നടന്ന തിരഞ്ഞെടുപ്പുകളുടെ കാര്യത്തിലെല്ലാം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ പശ്ചിമ ബംഗാൾ പ്രത്യേക പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായി തന്നെ മാറിയിട്ടുണ്ട്. പശ്ചിമ ബംഗാൾ BJP തുടർഭരണം നടത്തി വരുന്ന മമതാ ബാനർജിയെ തള്ളിയിട്ട് അവിടെ അധികാരത്തിൽ കയറുമോ എന്നൊരു ചർച്ചയുണ്ട്. അവിടെ SIR ചർച്ചയായി. അതിനിടയിലാണ് രാഘവ് ചദ്ദ ഉൾപ്പെടെ 7 ആം ആദ്മി പാർട്ടി MP-മാർ BJP അംഗത്വം എടുത്ത് വന്നിരിക്കുന്നത്. ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ദേശീയ രാഷ്ട്രീയം ആകെ കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യം വരുന്നുണ്ട്. ഒന്നൊന്നായി നമുക്ക് വിലയിരുത്താം. എന്താണ് ഈ കാര്യങ്ങളിലൊക്കെ തന്നെ BJP ലക്ഷ്യം വയ്ക്കുന്നത് എന്നാണ് എൻ്റെ ബ്രെയിൻ ചോദിക്കുന്നത്. പലരും അത്തരത്തിലുള്ള ചോദ്യം ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. എന്ന് തോന്നുന്നു സാറിന്? BJP ലക്ഷ്യം വയ്ക്കുന്നത് ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നുമല്ല. 2029 തങ്ങൾ പുതിയതായി സൃഷ്ടിച്ച ആ പാർലമെൻറ്റിലേക്ക് കയറുന്നത് എത്ര പേരായിരിക്കും എന്നുള്ളതാണ് BJP ലക്ഷ്യമിടുന്നത്. ഓക്കെ. കഴിഞ്ഞ തവണ 400 ബാർ പറഞ്ഞെങ്കിൽ അത് നടക്കാതെ പോയി. അത് നടക്കാതെ പോയതിൻ്റെ കാരണം അവരിന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. വളരെ സിമ്പിളാണ്. അത് ബംഗാളിലെ 42 സീറ്റ്, അതിൽ 12 സീറ്റ് മാത്രമാണ് BJPക്ക് നേടാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ പഞ്ചാബിൽ 13 സീറ്റ്, അതിൽ 0 BJPക്ക് കിട്ടിയത്. അതുപോലെ 39 സീറ്റുള്ള തമിഴ്നാട്ടിൽ 0 കിട്ടിയത്. 20 സീറ്റുള്ള കേരളത്തിൽ 1 സീറ്റാണ് കിട്ടിയത്. UPയിൽ 80 സീറ്റുള്ള UPയിൽ വെറും 36 സീറ്റാണ് അവർക്ക് കിട്ടിയത്. 43 കിട്ടിയത് ഇന്ത്യ മുന്നണിക്കാണ്. മഹാരാഷ്ട്രയിൽ 48 സീറ്റുള്ള മഹാരാഷ്ട്രയിൽ BJPക്ക് കിട്ടിയത് വെറും 17 സീറ്റാണ്. ബാക്കി 32 സീറ്റോളം കൊണ്ടുപോയത് ഇന്ത്യ മുന്നണിയാണ്. അപ്പോൾ ഇങ്ങനെ ആ 17 തന്നെ 9 സീറ്റ് BJP കിട്ടിയുള്ളൂ. 7 സീറ്റ് ഘടകകക്ഷികളാണ് പിടിച്ചത്. 1 സീറ്റ് പിന്നെ അജിത് പവാറിൻ്റെ പാർട്ടി. ഇങ്ങനെ നോക്കുമ്പോൾ 242 പാർലമെൻറ്റ് സീറ്റുകളിൽ, അതായത് ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റുകളിലെ 242 സീറ്റുകളിൽ വെറും 173 സീറ്റോളം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ 240 കിട്ടിയ ഇത്തവണ 240 സീറ്റ് കിട്ടിയ BJPക്ക് ആ 173 നഷ്ടപ്പെട്ടതിൽ 100എങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് 340 ആയതിനെ സഖ്യകക്ഷികളുടെയും കൂടെ ചേർത്ത് ഏതാണ്ട് 3-2 ഭൂരിപക്ഷം, അല്ലെ ഏതാണ്ട് 400 സീറ്റിന് അടുപ്പിച്ച് എത്തിയേനെ. കാൽക്കുലേഷൻ കറക്റ്റായിരുന്നു. പക്ഷേ അവിടെ അടി പറ്റിയത് പ്രധാനപ്പെട്ട 2-3 ഘടകകക്ഷികളുടെ, ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളുടെ മൽപ്പിടുത്തവും
അവരുടെ ശേഷിയും ശിമുഷിയും ഒക്കെയാണ്. ഓക്കെ. അപ്പോൾ അത് തകർക്കുക എങ്കിൽ മാത്രമേ തങ്ങൾക്ക് 2029 തങ്ങൾ ആഗ്രഹിക്കുന്ന 400 അടുപ്പിച്ച സീറ്റിലേക്ക് അല്ലെങ്കിൽ 3/2 ഭൂരിപക്ഷത്തിലേക്ക് അടുപ്പിച്ച സീറ്റിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള BJPയുടെ ദൃഢനിശ്ചയമാണ് നമ്മളിപ്പോൾ വെസ്റ്റ് ബംഗാളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പോര്. ഓക്കെ. അതുപോലെ തന്നെ പഞ്ചാബിൽ ഇപ്പോൾ വന്നിരിക്കുന്ന തകിടം മറിച്ചിലുകൾ, തമിഴ്നാട്ടിലേക്ക് അവർ വളരെയധികം ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇലക്ഷൻ വരാൻ പോകുമ്പോൾ UPയിലും അത് തന്നെയായിരിക്കും, ഗോവയിൽ ഇത് തന്നെയായിരിക്കും അവരുടെ തന്ത്രം. ഇപ്പോൾ ഉടനെ ഇലക്ഷൻ വരാൻ പോകുന്ന സ്ഥലങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഗോവ, ഗുജറാത്ത്, പഞ്ചാബ്. അതിനു മുമ്പ് പഞ്ചാബാണ് വരുന്നത്, ആദ്യം പഞ്ചാബാണ് വരുന്നത്. അപ്പോൾ ഈ പഞ്ചാബ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തങ്ങൾക്ക് ഇത്തവണ ഉണ്ടായ കോട്ടം പരിഹരിക്കണം. ഇതിന് കേരളത്തിൽ പോലും ഇനി 1 സീറ്റോ 2 സീറ്റോ ആയിട്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ് BJPയുടെ കണക്കൂട്ടൽ. കഴിഞ്ഞ തവണ 1 സീറ്റ്, ഒരു താമര മാത്രമാണ് ഇവിടുന്ന് എങ്ങനെയോ വിരിഞ്ഞത്. അല്ല, ഇത്തരത്തിലുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകുമ്പോൾ അധികാരത്തിൽ തുടരുകയാണ്. 10 വർഷമായി തുടർച്ചയായി BJP കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അധികാരത്തിൻ്റെ തണലിൽ ആണോ ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നത്? കാരണം പ്രതിപക്ഷം വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. അധികാര ദുർവിനിയോഗമുണ്ട്. അതായത് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് എതിർ പാർട്ടികളെയും എതിർ പാർട്ടി നേതാക്കളെയും നിഷ്പ്രഭരാക്കുന്നു, അവരെ സൈഡ് ലൈൻ ചെയ്യുന്നു. അവർക്കിനി വേറെ ഒന്നും ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ടാക്കുന്നു. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണവും ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഭരണത്തിൻ്റെ തണലിൽ ആണോ ഇവരുടെ നീക്കങ്ങൾ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സംശയം. കാരണം ഇത്തരത്തിലുള്ള ആരോപണമുണ്ട് പ്രതിപക്ഷത്തിൻ്റെ. ഈ ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് മാത്രമല്ല, ഇന്ത്യയിലെ പല മാധ്യമങ്ങളും വളരെയധികം എയർ ചെയ്യുന്നുണ്ട്. ഇത് ഇവിടെ നിന്ന് വെസ്റ്റേൺ മീഡിയ വരെ ഏറ്റെടുത്തുകൊണ്ട് അവിടെയും ഇത് എയർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇന്ത്യയെ അപമാനിക്കാൻ വരെ ഉതകുന്ന വിധത്തിലാണ് ഈ പ്രക്രിയ പോകുന്നത്. പക്ഷേ ഇതിൻ്റെ സത്യം എന്താണെന്ന് നമ്മൾ നോക്കണം. എല്ലാവരും പറയുന്നുണ്ട് പഞ്ചാബിൽ അട്ടിമറി നടന്നിരിക്കുന്നു, പഞ്ചാബിലെ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നിരിക്കുന്നു എന്ന് പറയുന്നു. ഒരു കാര്യം നോക്കേണ്ടത്, പഞ്ചാബിൽ മാത്രമല്ല, ഈ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെയും ഭരണം അട്ടിമറിക്കാൻ BJP നോക്കിയിട്ടില്ല, കോൺഗ്രസ് നോക്കിയതുപോലെ. ഞാൻ അതിൻ്റെ ഒരു കണക്ക് നോക്കി. 1953 നമ്മുടെ പട്യാലയൊക്കെ ഉൾപ്പെടുന്ന, ഹരിയാന എന്നായിട്ടില്ല, അതിൻ്റെ ഒരു യൂണിയൻ ടെറിട്ടറി പോലുള്ള പ്രദേശത്തിൻ്റെ ഭരണം മാറ്റിക്കൊണ്ട് അവിടുത്തെ സർക്കാരിനെ തള്ളിക്കൊണ്ടാണ് ആദ്യമായിട്ട് ഈ ആർട്ടിക്കിൾ 365 ഉപയോഗിച്ചുകൊണ്ട് ഭരണമാറ്റം നടത്താനായിട്ട് ശ്രമം നടന്നത്. പിന്നീട് നമ്മൾ കണ്ടു 1959 അഭിവ്യക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ EMS നമ്പൂതിരിപ്പാടിനെ ഇവിടെ അട്ടിമറിച്ചു. 59 ഈ പഞ്ചാബിൽ 51 മുതൽ പ്രശ്നം നിൽക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ? 51 മുതൽ ഈ കോൺഗ്രസിനകത്തെ തമ്മിലടിയും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിലപ്പുണ്ട്. അത് എനിക്ക് തോന്നുന്നു 53 ഒക്കെ ആയപ്പോൾ രൂക്ഷമാവുകയായിരുന്നു. അങ്ങനെ ഈ ഹരിയാനയിലാണ്, അന്ന് ഹരിയാന ഇല്ല, അപ്പോൾ അത് ഇതെല്ലാം കൂടെ ചേർന്ന് ഉള്ളൊരു പ്രദേശമാണ്, ഒരു യൂണിയൻ ടെറിട്ടറി പോലെ പ്രദേശം. അതാണ് ആദ്യമായിട്ട് തട്ടിയത്. അതിനുശേഷം EMS നമ്പൂതിരിപ്പാടിൻ്റെ മന്ത്രിസഭയെ തട്ടി. അതിന് പറഞ്ഞ കാര്യം എന്താണ്? വിമോചന സമരം. ഒരു സംസ്ഥാനം, അപ്പോൾ നെഹ്റു തന്നെ പറയാണ്, ഒരു സംസ്ഥാനത്തൊരു പ്രശ്നം നടക്കുന്നു, കലാപം നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടുത്തെ ഗവൺമെൻറ് എങ്ങനെ അട്ടിമറിക്കാൻ, എങ്ങനെ പിരിച്ചുവിടാൻ സാധിക്കും? ജനങ്ങൾ തിരഞ്ഞെടുത്ത ഗവൺമെൻറ് അല്ലേ, 5 വർഷം അവർക്ക് ഭരിക്കാൻ ജനങ്ങൾ വിധി കൊടുത്തിരിക്കുകയല്ലേ, അപ്പോൾ എങ്ങനെ അട്ടിമറിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധിയാണ് പറഞ്ഞത്, ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ആവശ്യപ്പെടുകയാണ് എന്ന് പറഞ്ഞിട്ടാണിത് മന്ത്രിസഭയെ പിരിച്ചുവിടാനായിട്ട് ആവശ്യപ്പെട്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് അല്ല, ഇന്ദിരാഗാന്ധിക്ക് തന്നെയാണ് ആ ഒരു റെക്കോർഡുള്ളത്, ഏറ്റവും കൂടുതൽ സംസ്ഥാന സർക്കാരുകളെ സസ്പെൻഡ് ചെയ്തതിന്റെ റെക്കോർഡ്. അടിയന്തരാവസ്ഥ കഴിഞ്ഞ് 1980 അവർ അധികാരത്തിൽ വന്നപ്പോൾ 9 സംസ്ഥാനങ്ങളെയാണ് പിരിച്ചുവിട്ടത്. ഒറ്റയടിക്ക് 9 സംസ്ഥാനങ്ങളെ. ആ 9 സംസ്ഥാനങ്ങളും ഇവിടുത്തെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളായിരുന്നു. ഈ സംസ്ഥാനങ്ങളെ പിരിച്ചുവിട്ടതിന് ഒറ്റ റീസൺ പറയാനില്ല, ദേശത്തിന് മൊത്തത്തിലുള്ള ഫീലിംഗ് മാറിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പിരിച്ചുവിടുന്നത്. അതെങ്ങനെയാണ് ശരിയാകുന്നത്? അതിൽ പക്ഷേ MGR മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ എന്നുള്ളതാണ്. MGRനെ പിരിച്ചുവിട്ടെന്ന് തമിഴ്നാട്ടിൽ, പക്ഷേ MGR തമ്പി മെജോറിറ്റിയോട് വീണ്ടും തിരിച്ചു വന്നു എന്നുള്ളതാണ്. അത് ആ ഒരാളാണ് തിരിച്ചടി കൊടുത്തത്. NT രാമറാവനെ ഇതുപോലെ പിരിച്ചുവിട്ടു. 1976 കലൈഞ്ചർ കരുണാനിധിയെ പിരിച്ചുവിട്ടു. കരുണാനിധിയെ പിരിച്ചുവിട്ടാൽ പറഞ്ഞ കാര്യം എന്തറിയാമോ? അടിയന്തരാവസ്ഥ വളരെ സ്ട്രിക്റ്റായിട്ട് അവിടെ നടപ്പിലാക്കുന്നില്ല. ഈ കിരാത നിയമങ്ങൾ അവിടെ സ്ട്രിക്റ്റായിട്ട് നടപ്പാക്കാത്തതുകൊണ്ടാണ് അവർ പിരിച്ചുവിട്ടത്. ഇതുപോലെ 1967 ഹരിയാനയിൽ തന്നെ ഒരു മന്ത്രിസഭയെ പിരിച്ചുവിട്ടു. അതിന് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഹരിയാനയും പഞ്ചാബുമായി നദീജല തർക്കം ഉണ്ടായിരുന്നു. അതിന് ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഒരു ഒരു മധ്യസ്ഥയായിട്ട് അയച്ചത് ഇന്ദിരാഗാന്ധിയാണ്. അപ്പോൾ ഹരിയാനക്കാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇന്ദിരാഗാന്ധിയെ വിശ്വാസമില്ല, അവരെ അയച്ചിട്ട് കാര്യമില്ല. അതിന് ആ മന്ത്രിസഭയെ പിരിച്ചുവിട്ടു. എന്നാലോചിച്ച് നോക്കി, തമിഴ്നാടും കേരളവും തമ്മിൽ അതിൽ തർക്കം. കേന്ദ്രം ഒരാളെ അയക്കുന്നു,
ഇവിടുത്തെ മുഖ്യമന്ത്രി പറയുകയാണെങ്കിൽ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി പറയുകയാണ് ആ ആളിനെ വേണ്ട ഞങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ആ മന്ത്രിസഭ അങ്ങ് പിരിച്ചുവിടുകയാണ്. ഇതിൽ പരം ജനാധിപത്യ വിരുദ്ധമായ എന്ത് നടന്നിട്ടുണ്ട്? കരുണാനിധിയുടെ മന്ത്രിസഭ പിരിച്ചുവിട്ടതിൻ്റെ കാര്യം പറഞ്ഞില്ലേ? ഒരിക്കൽ ഇതുപോലെ ഈ MGRന്റെ മന്ത്രിസഭ പിരിച്ചുവിട്ടതിന് വേറെ രസമുണ്ട്. അന്ന് പറഞ്ഞതെന്നറിയാമോ? അവിടെ ഇലക്ട്രിസിറ്റി ടാരിഫ് കൺസെഷൻ വേണം, സബ്സിഡി വേണമെന്ന് പറഞ്ഞുകൊണ്ട് കർഷകർ സമരം ചെയ്തു. അതിൻ്റെ പേരിലാണ് പിരിച്ചുവിട്ടിരിക്കുന്നത്. അപ്പോൾ തുമ്മിയാൽ പിരിച്ചുവിടൽ എന്നൊരു അവസ്ഥയിലേക്ക് വന്നിരുന്നു. ഒരു സമരം നടന്നാൽ അതിൻ്റെ പേരിൽ പിരിച്ചുവിടുകയാണ്. സംസ്ഥാനം മൊത്തം ഒരു സമരം നടന്നാൽ പിരിച്ചുവിട്ടാൽ പിന്നെ എന്ത് ചെയ്യും? ഇപ്പോൾ ഇവിടെ അയ്യപ്പൻ പിന്നെ ശബരിമലയിൽ സ്ത്രീ പ്രവേശനം പറഞ്ഞുകൊണ്ട് സ്ത്രീകളെല്ലാം രംഗത്തിറങ്ങി. കേരളം മുഴുവൻ കുറേ ദിവസം ബഹളത്തിലായിരുന്നില്ലേ? 10-35,000 പേരെ പിണറായി വിജയൻ സർക്കാർ അറസ്റ്റ് ചെയ്തില്ലേ? അപ്പോൾ കേന്ദ്രത്തിൽ വേണമെങ്കിൽ കേസെടുത്തു, കുറേ പേരെ അറസ്റ്റ് ചെയ്തു, വലിയ വിഭാഗം ആൾക്കാരെയാണ് അറസ്റ്റ് ചെയ്തത്. പിന്നെ ഇങ്ങനെ നോക്കുമ്പം കേന്ദ്രത്തിന് വേണമെങ്കിൽ ഇവിടെ പഴയ ഇതൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇത്രയൊന്നും വേണ്ട, ഇതിൻ്റെ പകുതി സംഭവിച്ചാൽ തന്നെ ഈ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാം. അപ്പം അങ്ങനെ ഇപ്പോൾ മമതാ ബാനർജിയുടെ വെസ്റ്റ് ബംഗാളിലെ സർക്കാരിനെ പിരിച്ചുവിടണമെങ്കിൽ എത്ര പ്രാവശ്യം പിരിച്ചുവിടാമായിരുന്നു? അപ്പം ഇവർ തന്നെ 41 പ്രാവശ്യം കോൺഗ്രസ് പിരിച്ചുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കോൺഗ്രസ് കാണിച്ച അത്രയും വലിയ, എനിക്ക് തോന്നുന്ന അടിയന്തരാവസ്ഥയേക്കാൾ ഭീകരമായ ജനാധിപത്യ ധ്വംസനം കോൺഗ്രസ് നടത്തിയിട്ടുള്ളത് ഈ 41 സർക്കാരുകൾ പിരിച്ചുവിട്ടുള്ളതാണ്. 2009 വരെ. അതിനുശേഷം ഒരു പിരിച്ചുവിടൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. 53 മുതൽ 2009 വരെയുള്ള കാലത്തിൽ 41 സർക്കാരുകളെ ആരും കൊല ചെയ്തു. അത് ജനാധിപത്യ ധ്വംസനമായിട്ട് ആരും പറയില്ല. നരേന്ദ്രമോദി പഞ്ചാബിലെ പിന്നെ 7 MP ഇപ്പുറത്തേക്ക് മാറിയതിനെ സ്വാഗതം ചെയ്ത് നിങ്ങളിങ്ങോട്ട് പോയെന്നോ എന്ന് പറഞ്ഞതിന് ചിലപ്പോൾ അതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധി ഉണ്ടാവും. അത് നാച്ചുറലല്ലേ? ഒരു രാഷ്ട്രീയ പാർട്ടി അത്തരത്തിലുള്ള ശ്രമങ്ങൾ എക്കാലം നടത്തുന്നുണ്ട്. ഇത് ഇന്ദിരാഗാന്ധി എത്ര പ്രാവശ്യം നടത്തി? എങ്ങനെയാണ് രാമറാവുവിൻ്റെ മന്ത്രിസഭ, NT രാമറാവുവിൻ്റെ മന്ത്രിസഭ വീണത്? മരുമോനെങ്കിൽ കൂട്ടുപിടിച്ച് കോൺഗ്രസ് പിന്നെ സുസൂത്രത്തിൽ ഭൂരിപക്ഷമല്ലേ ഉണ്ടാക്കുകയല്ലേ ചെയ്തത്. ഉടനെ തന്നെ അവിടെ മന്ത്രിസഭ താഴെ വീണു. NT രാമറാവിൻ്റെ മന്ത്രിസഭ താഴെ വീണു. എന്നിട്ട് പപ്പറ്റായിട്ട് ഈ TDPയുടെ ഇന്നത്തെ ചന്ദ്രബാബു നായിഡുവിനെ അവിടെ പിടിച്ച് നേതാവായി കൊണ്ടുവന്നു. അങ്ങനെ ചന്ദ്രബാബുവിനെ അവിടെ നേതാവാക്കിയത് ഇവരാണ്. ഓക്കെ. തമിഴ്നാട്ടിൽ എത്രയോ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് ഇതുപോലെ മന്ത്രിസഭകളെ തള്ളിയിട്ടു, കരുണാനിധിയെ തള്ളിയിട്ടു, MGRനെ തള്ളിയിട്ടു. എല്ലാ കളികളും അവർ കളിച്ചത് തന്നെയാണ് ഏറ്റവും വലിയ ജനാധിപത്യ ധ്വംസം. പക്ഷേ ഇന്ന് അവരാണ് ഇതിൻ്റെ എല്ലാം ദുഃഖം അനുഭവിക്കുന്നത്. കാരണം തെറ്റായ വഴികൾ നമ്മൾ കാണിച്ചു കൊടുക്കുക. അന്ന് നെഹ്റു ഇത് വളരെയധികം പറഞ്ഞതാണ്. നമ്മൾ തെറ്റായ കീഴ്വഴക്കങ്ങൾ രാജ്യത്തുണ്ടാക്കി വെക്കരുത്. 1959 കേരളത്തിലെ EMS സർക്കാരിനെ പിരിച്ചുവിടാനായിട്ട് നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ഒരു കലാപം നടന്നു, ഒരു ബഹളം നടന്നു, അതവർ അടിച്ചമർത്തുമില്ലെന്ന് നമുക്ക് നോക്കണ്ടേ? ഇല്ലെങ്കിൽ നമുക്ക് അവർ കേന്ദ്ര സേന അങ്ങോട്ട് അയച്ചു കൊടുക്കാം, പട്ടാളത്തിന് അയച്ചു കൊടുക്കണമെങ്കിൽ അത് അയച്ചു കൊടുക്കാം, അതല്ലേ ചെയ്യേണ്ടത്. അതിന് പകരം ഒരു മന്ത്രിസഭയെ ഞെക്കിക്കൊല്ലുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ വികാരത്തെ ഞെക്കിക്കൊല്ലുന്നതിന് തുല്യമാണ്. ഇതിൻ്റെ ഫലം, തിക്തഫലം നമുക്ക് പിന്നീട് ജനാധിപത്യത്തിൽ ദോഷകരമായി വരുമെന്ന് അന്ന് നെഹ്റു ഇന്ദിരാഗാന്ധി ഉപദേശിച്ചാണ്, മറ്റു കോൺഗ്രസ്സുകാരെ ഉപദേശിച്ചാണ്. അപ്പോൾ അവരത് കേട്ടില്ല. പിന്നെ ഇത് തുടർച്ചയായിട്ട് ഞാൻ പറഞ്ഞു 2009 അവരുടെ ഭരണം അവസാനിക്കുന്നത് വരെ, അവസാന മേഘാലയ മറ്റാണെന്ന് തോന്നുന്നു, ഈ നിരന്തരമായിട്ട് സർക്കാരുകളെ പിരിച്ചുവിട്ടിരുന്നു. സർ, അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2016 അരുണാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ടൊരു വിഷയം ഉണ്ട്. അതിനുശേഷം ജമ്മു കാശ്മീരിൽ നടന്ന സംഭവങ്ങൾ ഉണ്ട്. പ്രതിപക്ഷം വളരെ ശക്തമായി തന്നെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ കൂടി ഒരു വിഷയമായി നമ്മൾ കണക്കാക്കേണ്ടതല്ലേ? അത് പിരിച്ചുവിട്ടതല്ലേ ഇത്. അവിടെ സംഭവിച്ചത് അരുണാചൽ പ്രദേശിൽ പ്രേമഖണ്ഡുവിൻ്റെ നേതൃത്വത്തിൽ ഈ കോൺഗ്രസിന് 60 സീറ്റ് മറ്റേ അവിടെ ഉള്ളത്. അതിൽ 41 സീറ്റ് ജയിച്ച കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ഒഴിച്ച് ബാക്കി മുഴുവൻ പേരും BJPയിലേക്ക് വരികയാണ് ചെയ്തത്. അങ്ങനെയാണ് ആ മന്ത്രിസഭ താഴെ വീണത്. ഇത് ഇവിടെ മാത്രമല്ല, കർണാടകയിൽ സംഭവിച്ചത് നമുക്കറിയാം. 2019 യെദ്യൂരപ്പ മുഖ്യമന്ത്രിയായ കഥ അറിയാമല്ലോ. അത് കുമാരസ്വാമിയുടെ പാർട്ടിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും 17-9 അങ്ങാണ്ട് MLA ഇപ്പുറത്തോട്ട് കൂറുമാറിയാണ് അങ്ങനെ അതുണ്ടായത്. അവിടെയും ഇത് തന്നെയാണ് സംഭവിച്ചത്. പിന്നെ ബീഹാറിലെ പറയുന്നുണ്ട്, അത് പിന്നെ JDUവിൻ്റെ നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ JDU ഇപ്പുറത്തേക്ക് മാറുകയാണ് ചെയ്തത്. അപ്പം ഇങ്ങനെ അപ്പം നമ്മൾ രണ്ടും തമ്മിൽ വ്യത്യാസം നോക്കണം. ഒരു മന്ത്രിസഭയിലെ ഒരു MLA പോലും മാറാതെ ആ മന്ത്രിസഭയെ, ഭൂരിപക്ഷമുള്ള MLA ആ മന്ത്രിസഭയെ പിരിച്ചുവിടുന്നതും ശരിയാണോ ശരി? കുറേ MLA ഇപ്പുറത്ത് വന്നിട്ട് ആ മന്ത്രിസഭ താഴെ വീഴുന്നത് ഏതാണ് ശരി? ഓക്കെ. അപ്പോൾ രണ്ടും നോക്കുമ്പോൾ ഇതൊന്നും പാടില്ല എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. പക്ഷേ രണ്ടും നോക്കുമ്പം കുറവേതാണ്, തെറ്റ് കുറവേതാണ്? MLA മാറിയതാണ് കുറവെന്ന്, അല്ലെങ്കിൽ MP ഇങ്ങോട്ട് മാറി വന്നതാണ് കുറവെന്നല്ലേ നമുക്ക് തോന്നുക. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു വെച്ചാൽ പ്രതിപക്ഷ കക്ഷികളിൽ പലരും പല അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തി
ആണ്, അല്ലെങ്കിൽ അവർക്ക് ഫേവറിറ്റിസം കാണിച്ചുകൊണ്ടാണ് പലരെയും MLA ആക്കുന്നത്, MP ആക്കുന്നത് എന്നുള്ളതാണ്. നമുക്കൊരു ഉദാഹരണം നോക്കാം. 7 MP മാർ ഇപ്പം ആം ആദ്മി പാർട്ടിയിൽ നിന്ന് ഇപ്പുറത്തേക്ക് മാറി. അതിൽ 3 പേര് വെറും ബിസിനസ്സുകാരാണ്. ഈ മിത്തൽ അടക്കം വന്നവരെല്ലാം ബിസിനസ്സുകാരാണ്. അതിൽ ഹർഭജൻ പിന്നെ ക്രിക്കറ്റിൻ്റെ പേരിൽ വന്നു. ബാക്കി മുഴുവൻ പേരും ഓരോരോ പ്രശ്നങ്ങളുടെ പേരിലാണ്. ഈ സ്വാതി മാലിവാൾ അവിടുത്തെ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആയിരുന്നു. രാത്രിയും പകലും ഓടി നടന്ന് ഗലികളിൽ പ്രവർത്തിച്ച് അവിടുത്തെ ആളുകളെ, സ്ത്രീകൾക്ക് ബലാത്സംഗം അടക്കം ഉണ്ടാകുന്ന കുഴപ്പങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി വർക്ക് ചെയ്ത ആളാണ്. അവർ MP ആയി. അതിൻ്റെയൊക്കെ പ്രതിഫലനമായിട്ട് അവരെ ഡൽഹിയിലെ ഝാൻസി റാണി എന്നാണ് ആം ആദ്മി പാർട്ടിക്കാർ വിളിച്ചിരുന്നത്. അത്രയ്ക്ക് ധൈര്യമായിട്ട് ഗലികളിൽ പോയി സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമായി നടക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടാക്കാൻ ശ്രമിച്ച ആളാണ്. അപ്പോൾ അവർ MP ആയപ്പം ഏതാണ്ട് 2 മാസം കൂടെ കഴിഞ്ഞില്ല, അതിന് മുമ്പേ കെജ്രിവാൾ വിളിച്ചിട്ട്, അപ്പോൾ ജയിലിലാകുന്ന അവസ്ഥയിലാക്കി കെജ്രിവാൾ. ഒരു തവണ ജയിലിൽ കയറി പിന്നെ ഇറങ്ങി. ആ സമയത്താണ് മനു അഭിഷേക് സിംഗ്വിയെ ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് MP ആയിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് സ്ഥാനാർത്ഥിയാക്കുന്നത്. പക്ഷേ ഹിമാചൽ പ്രദേശുകാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കെട്ടിയിറക്കിയ MP വേണ്ട, ഞങ്ങളുടെ ഇവിടെ ആളുണ്ട്, അത് മതി. അത് സമ്മതിച്ചില്ല കോൺഗ്രസ്. മനു അഭിഷേക് സിംഗ് നമുക്ക് വേണം, കാരണം സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും കേസുകളൊക്കെ വാദിക്കുന്നത് ഇദ്ദേഹമാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് വേണമെന്നുള്ള നിർബന്ധം പിടിച്ചു. അപ്പോൾ അവിടെ അവർ 2 സീറ്റോ 3 സീറ്റോ 2-3 വോട്ട് BJPക്ക് മറിച്ച് ഇദ്ദേഹത്തിനെ തോൽപ്പിച്ചു. അപ്പോൾ ഉടൻ തന്നെ കെജ്രിവാൾ ഇദ്ദേഹത്തിനെ ഏറ്റെടുക്കുകയാണ്. ഇങ്ങ് വാ, പേടിക്കണ്ട, നമുക്ക് ഇവിടെ സീറ്റ് തരാം. എന്നിട്ട് അവിടെ സീറ്റില്ല. അപ്പോൾ ഈ സ്വാതി മാലിവാളിൻ്റെ അടുത്ത് പറയുകയാണ് രാജിവെക്കാൻ. അപ്പോൾ അവർ ചോദിച്ചു, എന്തിനാണ് രാജിവെക്കുന്നത്? അത് ഇങ്ങർക്ക് സീറ്റ് കൊടുക്കാനായിട്ട് നിങ്ങൾ രാജിവെക്കണം. അപ്പോൾ അവർ പറഞ്ഞു, അത് ശരിയാണോ? അങ്ങനെ പാർട്ടി പോലും ഇല്ലാത്ത ആളല്ലേ, ഞാൻ ബാക്കി അംഗങ്ങളുമായിട്ട് ആലോചിച്ച് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. ബാക്കി ആൾക്കാരുമായിട്ട് ആലോചിച്ചപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളൊരു കാരണവശാലും രാജിവെക്കേണ്ട. നമ്മുടെ പാർട്ടിയിലല്ലാത്ത ഒരാളിന് വേണ്ടിയിട്ട് നമ്മൾ എന്തിനാണ് MP സ്ഥാനം രാജിവെക്കുന്നത്? നിങ്ങൾ അർഹയായ ഒരു വ്യക്തിയാണ്, നിങ്ങൾക്കൊരു സീറ്റ് കിട്ടി, എന്തിനാണ് നിങ്ങൾ രാജിവെക്കുന്നത്? അപ്പോൾ അതിൻ്റെ പേരിൽ കെജ്രിവാളിൻ്റെ ഓഫീസിൽ വെച്ച് ഇവർക്ക് ചെപ്പക്കുറ്റിക്ക് അടി വരെ കൊടുത്തു. വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സണാണെന്ന് ആലോചിക്കണം. ഇവിടെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണായിരുന്ന ഒരാളെ പിണറായി വിജയൻ്റെ ഓഫീസിൽ അദ്ദേഹം അപ്പുറത്തിരിക്കുമ്പം പ്രൈവറ്റ് സെക്രട്ടറി വന്നൊരു അടി കൊടുത്താൽ, അല്ലെങ്കിൽ PA വന്നൊരു അടി കൊടുത്താൽ എങ്ങനെ ഇരിക്കും? കേരളത്തിൽ മുഴുവൻ എന്തെല്ലാം വലിയ വാർത്തയാകുമായിരുന്നു. കെജ്രിവാളിൻ്റെ അവിടെ ഒരു വാർത്തയായില്ല. ആദ്യമൊക്കെ പറഞ്ഞു, പക്ഷേ അങ്ങ് പോയി. അത് കെജ്രിവാൾ ആയതുകൊണ്ട് അത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തങ്ങ് വിട്ടു. ഇതുപോലെ തന്നെയാണ് ഈ രാജീവ് ചന്ദയുടെ കാര്യം. അദ്ദേഹത്തിനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് താഴേക്കിറക്കി. ഇതിനു മുമ്പേ തന്നെ പ്രശ്നങ്ങളുണ്ട്. ഈ പഞ്ചാബിലെ മുഴുവൻ ഈ 117 സീറ്റിലും സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിനും അവരെ നിർത്തുന്നതിനും മത്സരിപ്പിക്കുന്നതിനും ജയിപ്പിക്കുന്നതിനും എല്ലാം രാഘവ് ചന്ദയാണ് നിന്നത്. രാഘവ് ചന്ദയ്ക്ക് 37 വയസ്സേ ഉള്ളൂ. അതായത് നാളത്തെ കെജ്രിവാൾ എന്ന് പറഞ്ഞാണ് ഈ പാർട്ടിക്കകത്ത് അദ്ദേഹത്തിനെ വളർത്തിയത്. അപ്പോൾ അദ്ദേഹത്തിനെയും ഇതുപോലെ തെറ്റിക്കുന്ന സംഭവങ്ങളുണ്ടായി. ഇവരെല്ലാം കണക്ക് കൂട്ടുന്നത് പണ്ടുണ്ടായ സംഭവങ്ങളാണ്. യോഗേന്ദ്ര യാദവിനെ പണ്ട് പുറത്താക്കിയത്, പ്രശാന്ത് ഭൂഷണെ പണ്ട് പുറത്താക്കിയത്, കിരൺ ബേദിയെ പണ്ട് പുറത്താക്കിയത്, ഇതൊക്കെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞാണ്. പ്രശാന്ത് ഭൂഷൻ്റെയും യോഗേന്ദ്ര യാദവിൻ്റെയും തെറ്റെന്തായിരുന്നു അറിയാമോ? മുഖ്യമന്ത്രിയായ കെജ്രിവാൾ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിയണം. ഒരേ സമയം 2 സ്ഥാനങ്ങൾ വഹിക്കാൻ പാടില്ല, സമ്മതിക്കില്ലായിരുന്നു. അപ്പോൾ ജനാധിപത്യം എവിടെയാണ് എന്നുള്ളത് ഇപ്പം മനസ്സിലാകുന്നതെന്നുള്ളതാണ് രാഘവ് ചദ്ദ അടക്കമുള്ളവർ ചോദിക്കുന്നത്. അല്ല, എത്രത്തോളം അദ്ദേഹത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ മാറിയിരിക്കുകയാണെന്നേ. അപ്പോൾ അതാണ് ഈ പാർട്ടിയിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങളുടെ കാരണം. ഇതുപോലെ ഓരോ സ്ഥലത്തും വെസ്റ്റ് ബംഗാളിൽ നിന്ന് നടക്കുന്നത് എന്താണെന്ന് അറിയാം. ഇന്നലെ ഞാൻ TV കണ്ടപ്പോൾ അന്തം വിട്ടുപോയി. അവിടുത്തെ ഒരു സ്ഥാനാർത്ഥി, BJP സ്ഥാനാർത്ഥിയെ TMCയുടെ സ്ഥാനാർത്ഥികൾ ഓടിച്ചിട്ടടിക്കുകയാണ്. പട്ടിയെ തല്ലുന്ന പോലെ തല്ലാനായിട്ട് മടലും കമ്പുമൊക്കെ ആയിട്ട് ഓടിക്കുകയാണ്. മുർഷിദാബാദിലെ സ്ഥാനാർത്ഥിയെ ഓടിച്ചിട്ടടിക്കുകയാണ്. പുറകെ ഇങ്ങനെ ഓടുകയാണ്. ഒരു പോലീസുകാരനുണ്ട്, അയാളും കൂടെ ഓടുകയാണ്. ഈ വിധത്തിലാണ് അവിടെ ഇലക്ഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് അമിത്ഷാ ഇവിടെ കേന്ദ്രസേന ഇറക്കിയത്. കേന്ദ്രസേന ഇറക്കിയിട്ടും രക്ഷയില്ല എന്നുള്ളതാണ്. കാരണം ഒന്നാം തരം ഗുണ്ടകളല്ലേ അവിടെ നിൽക്കുന്നത്. ഈ റോഹിന്ത്യൻസ് എന്ന് പറഞ്ഞാൽ വെട്ടും കൊലയും ഒക്കെ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ തകരൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ ഓഫീസും അടിച്ച് തകർത്ത് അഡ്രസ്സിൽ അതേപോലെ BJP ഹാൻഡിൽ ചെയ്യാണ്. അതാണ് അമിത്ഷാ അവിടെ ക്യാമ്പ് ചെയ്യാൻ കയറി. അമിത്ഷാ ഇപ്പോൾ പ്രചരണത്തിനല്ല ക്യാമ്പ് ചെയ്യുന്നത്, സ്വന്തം പാർട്ടിയിലെ സ്ഥാനാർത്ഥികളെയും പ്രവർത്തകരെയും സംരക്ഷിക്കാനാണ്. മിനിങ്ങാന്ന് മറ്റൊരു റാലിയിൽ അമിത്ഷാ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് പോയാലും 6 മാസം കേന്ദ്രസേന ഇവിടെ തുടരും. മെയ് 4-ാം തീയതി പെട്ടി പൊട്ടിച്ചാലും 6 മാസം കേന്ദ്രസേന ഇവിടെ തുടരും എന്ന് പറഞ്ഞപ്പം വലിയൊരു റാലിയായിരുന്നു. ആ റാലിയിൽ ഒടുങ്ങാത്ത കയ്യടിയായിരുന്നു. കാരണം എന്തറിയാമോ?
BJP പ്രവർത്തകർ ഭയന്നാണ് ഇരിക്കുന്നത്. അവരോടെല്ലാം പറഞ്ഞിരിക്കുന്നത്, തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ പറഞ്ഞിരിക്കുന്നത് 4-ാം തീയതി അമിത്ഷാ പോവും, അതിനുശേഷം നിൻ്റെ കയ്യോ കാലോ കാണുകയില്ല എന്നുള്ളതാണ്. അവർ പേടിച്ചാണ് ഇരിക്കുന്നത്. ഇപ്പോൾ അമിത്ഷാ പറഞ്ഞ 6 മാസത്തേക്ക് കേന്ദ്രസേന ഇവിടെ കാണും. ഇങ്ങനെയാണ് ഇപ്പോൾ 24 പർഗാനയിൽ ഡയമണ്ട് മൗണ്ട് എന്നിട്ട് പറഞ്ഞൊരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരടിയാണ്. അവിടെ ഇലക്ഷൻ്റെ ഓഫീസർമാരെ വരെ അടിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഓഫീസറെ അവിടെ IPS കാരനെ ഒരാൾ ഇറക്കി, അജിത് പാൽ ശർമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു IPS കാരനെ കൊണ്ടുവന്നു. അദ്ദേഹം ഈ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റാണ്. 10-70 എൻകൗണ്ടറുകളിലൊക്കെ പങ്കെടുക്കുകയും കുറച്ച് പേരെ വെടിവെച്ച് കൊല്ലുകയൊക്കെ ചെയ്ത ഒരാളാണ്. അദ്ദേഹം റോഡിലിറങ്ങി പറയുകയാണ്, ആരെങ്കിലും നിയമം തെറ്റിച്ചാൽ ഞാൻ വെടിവെക്കേണ്ട സാഹചര്യം വരെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് അവിടെ പരസ്യമായി ഡിക്ലെയർ ചെയ്യേണ്ട അവസ്ഥ വന്നു. അപ്പോൾ അതിനെയൊക്കെ ജനാധിപത്യ ധ്വംസനം എന്നാണ് പറയുന്നത്. പക്ഷേ മറ്റേത് ജനാധിപത്യ ധ്വംസനം അല്ലേ, സ്ഥാനാർത്ഥിയെ ഓടിച്ചിട്ടടിക്കുന്നത് ജനാധിപത്യ ധ്വംസനമല്ല. പക്ഷേ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് സ്പെഷ്യൽ ഓഫീസറെ വിട്ടത് ജനാധിപത്യ ധ്വംസനമാണ് എന്ന് പറയുന്ന അവസ്ഥയാണ്. ഈ സ്റ്റേറ്റുകളെല്ലാം വളരെ വൾണറബിളാണ്. അപ്പോൾ ഇവിടെയൊന്നും ആർക്കും കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. തമിഴ്നാട്ടിലെ അവസ്ഥ പലരും പറയായിരുന്നു, ഒരു വീട്ടിൽ 13,000 രൂപയും 20,000 രൂപയൊക്കെ കിട്ടിയ സന്ദർഭങ്ങളുണ്ടെന്ന്. ഈ സെന്തിൽ ബാലാജിയൊക്കെ മത്സരിക്കുന്ന ചില സ്ഥലങ്ങളിലെ ആൾക്കാർ പറയുന്നത്, അവിടെ ഓരോ പാർട്ടിക്കാരും കൊണ്ടുവന്ന് പൈസ കൊടുത്ത് 5,000, 3,000, 4,000 ഒക്കെ കിട്ടി 15,000 രൂപ വരെ കിട്ടിയ വീടുകളുണ്ടെന്ന് പറയുക. ആ വീട്ടിൽ മുഴുവൻ നോട്ടും കൊടുക്കണം എന്നുള്ളതാണ് കണ്ടീഷൻ. അവിടെ പണക്കൊഴുപ്പും മറ്റ് ഇതാണ്. ഇതെല്ലാം എങ്ങനെയാണ്? ഖജനാവിലെ പണമാണ് പോകുന്നത്. നമ്മുടെ പിന്നെ ഇപ്പോൾ ദളപതി പറയുന്ന പോലെ, വിജയ് പറയുന്ന പോലെയാണ്. വിജയ് പറയുന്നത് ഓഫീസർമാർക്ക് നിങ്ങൾ കൈക്കൂലി കൊടുക്കുന്നു. ഓഫീസർമാരുടെ കൈക്കൂലി പോകുന്നത് സ്റ്റാലിനാണ്. ആ സ്റ്റാലിൻ്റെ കൊള്ളപ്പണമാണ് ഇവിടെ മുഴുവൻ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് അവസാനിപ്പിക്കണം, അതിന് ജനങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. ഈ വിധത്തിലാണ് ഓരോ സംസ്ഥാനങ്ങളിലെയും, ഞാൻ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലെ പലയിടത്തെയും പോക്ക്. ഇപ്പോൾ UP-യിൽ അതിതീവ്രമായ പിന്നെ വോട്ട് പിടുത്തവും ബൂത്ത് പിടുത്തവും ഒക്കെ നടന്നുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ്. അതെല്ലാം ഒന്ന് മാറി വരുന്നത് ഇപ്പോഴാണ്. ബീഹാറിൽ അതുപോലെയാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനേക്കാൾ ഇപ്പോൾ എത്രയോ ഭേദമായിട്ടാണ് ഇലക്ഷൻ പോലും നടക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോഴാണ് വോട്ട് ചോരി കൊണ്ടുവരും, അല്ലെങ്കിൽ വോട്ട് പെട്ടിക്ക് കുഴപ്പം പറയും, എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇതൊക്കെ മുമ്പ് നടന്നിരുന്നത് വോട്ട് പെട്ടിയോടെ കൊണ്ടുവരും, പെട്ടിയോടെ അന്ന് വാലറ്റ് പേപ്പറാണ് ഇടുന്നത്. അപ്പോൾ ഇലക്ഷൻ പിന്നെ അവിടെ ഇരിക്കുന്ന ഓഫീസറുടെ അടുത്ത് ചോദിക്കും, എത്ര വോട്ട് ഇതിനകത്ത് വീണിട്ടുണ്ട്? അതിനകത്ത് 2,500 ഉണ്ട്. അപ്പോൾ 2,500 കുത്തി ഇതിനകത്ത് ഇട്ടിട്ട് ഇതിലുള്ളതെടുത്ത് കളഞ്ഞേച്ചാൽ വേറെ കൊണ്ടുവന്ന് ഇടുന്നതെന്ന് പറയുക. ഇത് TN ശേഷൻ നേരിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. അതിനുശേഷമാണ് അദ്ദേഹം ID കാർഡ് കൊണ്ടുവന്നത്. അപ്പം അങ്ങനെ ജനാധിപത്യ സംസ്ഥാനത്തിൻ്റെ എല്ലാ പരീക്ഷണങ്ങളും 2009 വരെ കോൺഗ്രസ് കാണിച്ചു കൊടുത്തു. അതിൻ്റെ പ്രതിഫലനങ്ങൾ ഇപ്പോഴും പലയിടത്തും ഉണ്ടാവാം. പക്ഷെ അതൊന്നും ശരിയാണെന്നല്ലേ പറഞ്ഞ്, അതൊക്കെ കുറച്ച് വന്നിട്ടുള്ള സന്ദർഭങ്ങളെ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് കാണുന്നത്. അതെ, തീർച്ചയായിട്ടും. ഞാനത് ചോദിച്ചോട്ടെ, അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ മുൻപുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇത് നടക്കുന്നതിനെ കമ്പയർ ചെയ്യുമ്പോൾ അതൊക്കെ എത്രത്തോളം ക്രൂരമായിരുന്നു എന്നുള്ള ഒരു വിലയിരുത്തലാണ് വരുന്നത്. അപ്പോൾ ഈ ബീഹാറിൽ നമ്മൾ പണ്ട് സംസാരിച്ചതാണ്. ബീഹാറിൽ വളരെ മാക്രോ ലെവലിലേക്ക് പോയി, വളരെ ശാസ്ത്രീയമായ പ്രവർത്തനങ്ങളിലൂടെയാണ് BJP കയറി വന്നത്. അതേ ഒരു രീതി തന്നെ ആയിരിക്കും മറ്റ് സംസ്ഥാനങ്ങളിലും അവർ അവലംബിക്കുക എന്നും അന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. ബീഹാറിൽ നിന്നും ബംഗാളിലേക്ക് പോകുമ്പോഴും അതുണ്ടാകും എന്ന് പറഞ്ഞു. ആ ഒരു മാക്രോ ലെവലിലേക്കൊക്കെ തന്നെ പോകാനുള്ള ഒരു സാഹചര്യം ബംഗാളിൽ ഉണ്ടായിരുന്നോ BJPക്ക്? ബംഗാളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നിതിൻ നവീനൊക്കെ വന്നതിന് ശേഷം, അദ്ദേഹം അധ്യക്ഷനായി വന്നതിന് ശേഷം ഈ ഫോക്കസിങ്, ഞാൻ പറഞ്ഞ ഫോക്കസിങ് അദ്ദേഹം നടത്തി. 243 മണ്ഡലങ്ങളിൽ, ഇനി വരാൻ പോകുന്ന ഇലക്ഷനിലൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ തങ്ങൾക്ക് 173 സീറ്റ് കിട്ടാതെ പോയിട്ടുണ്ട്. 173-ൽ മറ്റുള്ളവരാണ്, ഇന്ത്യ മുന്നണിയിലുള്ളവരാണ് വന്നിരിക്കുന്നത്. ഇത് അവസാനിപ്പിച്ചാലേ പറ്റുള്ളൂ. അതിൽ കൂടുതൽ സീറ്റ് നമ്മൾ പിടിക്കുന്ന അവസ്ഥ വേണം. അതിനുള്ള ശ്രമമാണ് ഇതിൽ ബംഗാളിൽ നടന്നിരിക്കുന്നത്. ആദ്യത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 152 മണ്ഡലങ്ങളിൽ 100 സീറ്റെങ്കിലും BJPക്ക് കിട്ടുമെന്നാണ് ഇത്തവണ. 110 വരെ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. 100 സീറ്റെങ്കിലും പിടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ 100 സീറ്റ് പിടിച്ചാലും ഇനി വരുന്ന ഈ കൽക്കട്ട ബേസ്ഡ് ആയിട്ടുള്ള ആ ഏരിയ, അതായത് പ്രസിഡൻസി റീജിയൻ, ആ റീജിയനിൽ 108 മണ്ഡലങ്ങളുണ്ട്. ആ 108 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ 18 സീറ്റ് മാത്രമാണ് BJP കിട്ടി. ഞാൻ കഴിഞ്ഞ തവണ 20 എന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. 18 സീറ്റ് മാത്രമേ BJPക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇത്തവണ അതിൽ 50 സീറ്റിനടുപ്പിച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഈ 100-ഓ 110-ഓ എത്രയാണ് വരുന്നതെന്ന് വെച്ചാൽ 152-ൽ അത് 110 കിട്ടുക വലിയ പാടാണ്. കാരണം അത്രയ്ക്ക് വലിയ ഫൈറ്റാണ് ഒരു സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്.
റോഡിൽ ആളെ ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല എന്നാണ് പലയിടത്തും പരാതി. അതായത് ഈ മമതയ്ക്കോ TMCക്കോ എന്തെങ്കിലും വിധത്തിൽ ഒരു മെജോറിറ്റി ഉള്ള സ്ഥലങ്ങളിൽ അവർ, അത് അധികവും ഈ റോഹിന്ത്യൻസൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്, അവിടെ അവർ കയ്യിലും കയ്യും പെട്ടുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. സ്ത്രീകളടക്കം ടെലിവിഷൻ്റെ മുമ്പിൽ വന്ന് പരാതി പറയുകയാണ് ഇതെന്താണ് നടക്കുന്നത്. പോലീസ് വന്നിട്ട്, പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്തുണ്ട്, അപ്പോഴാണ് ഒരു പോലീസുകാരനും ഒരു സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥിയും കൂടെ വയൽ വഴി ഓടുകയാണ്. അങ്ങനത്തെ അവസ്ഥ നിൽക്കുന്ന, അപ്പോൾ സ്ഥാനാർത്ഥിക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ വോട്ട് ചെയ്യാൻ പോകുന്നതിൻ്റെ അവസ്ഥ എന്തായിരിക്കും? BJPക്ക് വേണ്ടി അനുകൂലമായി വോട്ട് ചെയ്യാൻ പോകുന്നവനെ ഓടിച്ച് അകത്ത് കയറ്റും. അതുകൊണ്ടാണ് കേന്ദ്രസേനയെ ഇറക്കിയിരിക്കുന്നത്, സ്പെഷ്യൽ ഓഫീസർമാരെ ഇറക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇതിലെ ഈ 108 സീറ്റുകൾ വളരെ നിർണായകമാണ്. 142 സീറ്റിലേക്കാണ് ഇലക്ഷൻ നടക്കുന്നത്. അതിൽ ബാക്കിയുള്ള സീറ്റുകൾ അതെല്ലാം മമതയ്ക്ക് ഒറ്റക്കെട്ടായിട്ട് കിട്ടുന്ന മുസ്ലിം മെജോറിറ്റിയുള്ള ഏരിയകളാണ്. അവിടെ ഒരു രക്ഷയില്ല BJPക്ക് എന്നുള്ളത് ഇപ്പോൾ തന്നെ പലരും പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഈ 108 സീറ്റുകൾ വളരെ നിർണായകമാണ്. ഇവിടെ ഒരു 40 പോരാ, 48 സീറ്റ് വരെ പിടിക്കാൻ കഴിഞ്ഞാൽ 148 കിട്ടി 294 മന്ത്രിസഭയിൽ ഭൂരിപക്ഷം നേടാൻ കഴിയും. പക്ഷേ അത് പിടിക്കാൻ പറ്റുമെന്നാണ് BJPയുടെ ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. ഈ 108-ൽ തീർച്ചയായിട്ടും ഒരു 50 സീറ്റിൽ കുറയാതെ തങ്ങൾ പിടിക്കുമെന്നാണ് ഇപ്പോഴും അവർ പറയുന്നത്. അതെ, പഞ്ചാബിൽ ഇപ്പോൾ MP-മാർ കൂട്ടത്തോടുകൂടി പോയതിൽ ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായി ഒരു ജനങ്ങളുടെ വികാരം അവിടെ ഉണർന്ന് പ്രവർത്തിക്കില്ലേ? കാരണം ഞങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ട MP-മാർ, ആം ആദ്മി പാർട്ടി ബാനറിൽ മത്സരിച്ചവർ, അവർ ഒറ്റക്കെട്ടായി BJP ക്യാമ്പിലേക്ക് പോയി. അതൊരു ചതിയായി പോയില്ലേ എന്ന് ജനങ്ങൾ ചിന്തിക്കില്ലേ? അവിടെ ഇതൊന്നുമല്ല അവിടുത്തെ വിഷയം. അവിടെയും ഇപ്പോൾ തീവ്രവാദം അതിശക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ഈ ആം ആദ്മി പാർട്ടിയുടെ പല നേതാക്കൾക്കും പങ്കുണ്ടെന്നാണ് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിൻ്റെ റോയുടെയൊക്കെ ഉൾപ്പെടെയുള്ള വിശകലനം. ഇപ്പോൾ ഒരു ബില്ല് അവർ നടപ്പിലാക്കി. ഗുരു ഗ്രന്ഥ സാഹിബിനെ വിമർശിക്കുകയാണെങ്കിൽ അവർക്കെതിരെ തീവ്രമായ കർശന നടപടികൾ സ്വീകരിക്കുന്ന ഒരു നിയമം പാസ്സാക്കി അസംബ്ലി. ഇത് ഇന്ത്യയിൽ ഒരിടത്തും മറ്റിടത്തില്ല. ഇപ്പോൾ നമ്മൾ നാളെ ഒരു നിയമം പാസ്സാക്കി, രാമായണത്തിനെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ, അല്ലെങ്കിൽ മഹാഭാരതത്തിനെക്കുറിച്ച് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബൈബിളിനെ ഖുറാനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് അപ്പോഴേ അകത്താക്കുമെന്ന് പറഞ്ഞാൽ, ഇത് ആം ആദ്മി പാർട്ടി ചെയ്തത് ആരും ഇവിടെ ചോദിക്കുന്നുമില്ല, ഒന്നുമില്ല. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലോയാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതുപോലുള്ള ഈ അപ്പീസ്മെൻറ്റ് ലോകൾ പലയിടത്തും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ആളും വ്യക്തിയും അല്ല അവിടെ പ്രധാനമായിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത്. നമ്മൾ കണ്ടു, ശ്രീരാമൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ ഹനുമാൻ ചാലിസയാണ് ചൊല്ലുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ആം ആദ്മി പാർട്ടിയുടെ വേറൊരു. ഇന്ന് ഏറ്റവും പ്രത്യേകത ഒരു കാര്യം, അരവിന്ദ് കെജ്രിവാൾ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. ഡൽഹി ഹൈക്കോടതിയിലെ സ്വർണ്ണകാന്ത് എന്ന് പറഞ്ഞ ജസ്റ്റിസിൻ്റെ മുമ്പാകെ ഞാൻ പോവില്ല, ഞാനും പോവില്ല, എൻ്റെ വക്കീലും പോവില്ല, അതിന് പകരം ഞാൻ ഗാന്ധിഘട്ടിൽ സത്യാഗ്രഹം ഇരിക്കാൻ പോവുകയാണ്. ഇത് വളരെ വിമർശനം ഉണ്ടായിരിക്കുന്ന ഒരു കാര്യമാണെന്ന്. കാരണം ഇപ്പം നാളെ ഒരു തീവ്രവാദി വന്നിട്ട് പറയുകയാണ്, എനിക്ക് ജഡ്ജിൽ വിശ്വാസമില്ല, അതുകൊണ്ട് ഞാൻ ഇയാളുടെ കൂടെ പോകുന്നില്ല. അദ്ദേഹം പറയുന്ന കാര്യം, ഈ സ്വർണ്ണകാന്ത് എന്ന് പറയുന്നത് RSSകാരനാണ്. പിന്നെ അദ്ദേഹത്തിനെക്കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിൻ്റെ 2 മക്കൾ കേന്ദ്ര സർക്കാരിൻ്റെ ഏതോ ഒരു ലോയുടെ ഒരു ഫോറത്തിലുണ്ട്. അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഇങ്ങനെ നോക്കിയാൽ നമുക്ക് ആരെയും ഒരിക്കലും കുറ്റവിമുക്തനാക്കാൻ പറ്റില്ല. ഇപ്പം നാളെ ഒരു മുസ്ലിമിനെ കുറിച്ച് വേറൊരാൾ പറയുകയാണ് അയാൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ആളാണ് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ PDPയുടെ ആളാണ്, അതുകൊണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംഘടനയുടെ ആളാണ്, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ, ആ ജഡ്ജിൻ്റെ മുമ്പിൽ അപ്പിയർ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ, ഇത്തരം കാര്യങ്ങൾ ഒരു നേതാവ് തന്നെ ചെയ്യുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങളുടെ വികാരവും അത്തരത്തിൽ ആം ആദ്മി പാർട്ടിക്ക് എതിരായിക്കൊണ്ടിരിക്കുകയാണെന്നാണോ? ജനങ്ങളുടെ വികാരം എതിരല്ല, പക്ഷേ ജനങ്ങളുടെ വികാരങ്ങളെ ഈ വക കാര്യങ്ങളിലൊന്നും സ്വാധീനിക്കാൻ അധികം കഴിഞ്ഞിട്ടില്ല. ഒന്നാമത്തെ കാര്യം, രാഘവ് ചദ്ദയാണ് ഈ MLA-മാരെയൊക്കെ ഫിക്സ് ചെയ്തിരിക്കുന്നതും അവിടെ ഇലക്ഷനിൽ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഉറപ്പുണ്ട് ആ മണ്ഡലങ്ങളിലൊക്കെ ഈ MLA-മാർക്ക് തന്നെ അവരെ സ്വാധീനിക്കാൻ കഴിയുമെന്ന്. എന്തുകൊണ്ടാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുമെന്നുണ്ട്. പലരും ഇന്ന് ആം ആദ്മി പാർട്ടി സർക്കാരിനെ കുറിച്ച് നല്ലത് പറയുന്നവർ പോലും ഒരു മാറ്റം ആവശ്യമാണെന്ന് പറയുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ആം ആദ്മി ടീം പഞ്ചാബിൽ ഇനിയും കൂടുതലായി BJP ക്യാമ്പിലേക്ക് വരുമെന്നാണോ അങ്ങ് നിരീക്ഷിക്കുന്നത്? 48 പേർ ഇപ്പം തന്നെ ശ്രദ്ധയുടെ കൂടെ ഉണ്ട്. 63 ആകും. പക്ഷേ 63 ആയാലും ഇപ്പം മന്ത്രിസഭ തള്ളിയിടണ്ട എന്നുള്ളതാണ് BJP ആഗ്രഹിക്കുന്നതാണ് പറയുന്നത്. കാരണം ഇനിയിപ്പം 8-10 മാസമേ ഉള്ളൂ ഇലക്ഷൻ. അപ്പോൾ അവിടെ ഒരു വിക്ടിമായിട്ട് വരാൻ ഉള്ള സാധ്യത കൊടുക്കാതെ, അവരുടെ കാലാവധി കഴിഞ്ഞിട്ട് അവർ വരുന്നവർ ഇന്ന് പുതിയ ഇലക്ഷൻ നടത്തുമ്പോൾ
അവരും കൂടി ഇതിനകത്ത് നിന്ന് ഫൈറ്റ് ചെയ്യട്ടെ, അങ്ങനെ ഒരു പോരാട്ടം നടക്കട്ടെ. ഒരു പക്ഷേ രാഘവ് ചദ്ദ അവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വന്നേക്കാം എന്നൊക്കെയാണ് ഇപ്പോഴത്തെ കാൽക്കുലേഷനിൽ പറയുന്നത്. ഓക്കെ, അത് ശരി. അപ്പോൾ ഇത്തരത്തിലുള്ള സംസ്ഥാനങ്ങളെല്ലാം തന്നെ സ്വന്തം അധികാരത്തിന് കീഴിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന തരത്തിലുള്ള തന്ത്രങ്ങൾ അവിടെ പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ നേതാക്കളെ സ്വന്തം ക്യാമ്പിൽ എത്തിക്കുവാൻ അവർ ഏതെങ്കിലുമൊക്കെ കുതന്ത്രങ്ങൾ പയറ്റിയതായി അറിയാൻ സാധിക്കുന്നുണ്ടോ? ഓക്കെ, അവരുടെ അവിടുത്തെ സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ട് BJP നേതൃത്വത്തെ സമീപിച്ചു, ഇങ്ങോട്ടേക്ക് വന്നു, അങ്ങ് പറഞ്ഞതുപോലെ. ഇതിനകത്ത് ഒരാരോപണം വരുന്നത് ഈ 3 MP-മാർ അതിൽ അവരെ ED കൊണ്ട് സ്വാധീനിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം. കാരണം ഇവർ പേയ്മെൻറ്റ് സീറ്റിൽ വന്നവരാണ്. അപ്പം ആം ആദ്മി പാർട്ടി എന്തുകൊണ്ട് ഇവരെ പേയ്മെൻറ്റ് സീറ്റിൽ കൊണ്ടുവന്നു? ആം ആദ്മി പാർട്ടിക്ക് പ്രവർത്തകർ, നല്ല മിടുക്കന്മാരായ പ്രവർത്തകരുണ്ട്, അതിനുവേണ്ടി ജീവൻ കളയാനുള്ള പ്രവർത്തകരുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഈ 3 പേയ്മെൻറ്റ് സീറ്റുകാരെ കൊണ്ടുവന്നു? തീർച്ചയായിട്ടും മറ്റവർക്ക് ചൂണ്ടയിട്ട് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയുള്ള വർത്തമാനങ്ങളുണ്ട്. അങ്ങനെ ചൂണ്ടയിട്ട് കൊടുത്താൽ അവർ ചൂണ്ടയെ കൊത്തും. അപ്പോൾ ചിലപ്പം മിത്തലിനെ പോലുള്ളവരുടെയൊക്കെ ചില പിന്നെ സാമ്പത്തിക ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ച് ED ഒക്കെ ചിലപ്പം കയറിയിട്ടുണ്ടാവാം. ഇത് അതാണ് ഞാൻ പറഞ്ഞത്, കൂട്ടിലെ തത്ത എന്ന് പറയുന്നത് ഇന്നുണ്ടായ വാചകമല്ല, അത് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് സുപ്രീം കോടതി CBI കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ പാരമ്പര്യങ്ങൾ പലതും തുടരുന്നുണ്ട്. ഇത് ശരിയാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ തുടരണമെന്നോ അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇത് കുറ്റം പറയാൻ പരസ്പരം കഴിയാത്ത സാഹചര്യങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരുക്കങ്ങൾ BJP വളരെ വേഗത്തിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതിനാണ് നിതിൻ നബീനെ പാർട്ടി സെക്രട്ടറിയാക്കി, പാർട്ടി പ്രസിഡൻ്റാക്കി കൊണ്ടുവന്നത്. വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് നിന്നിട്ട് പിന്നെ പാർട്ടി പ്രസിഡൻ്റായിട്ട് വന്ന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് എക്സ്പീരിയൻസ്, അതായത് അനുകൂലമല്ലാത്ത ടെറൈൻ അനുകൂലമാക്കിയ എക്സ്പീരിയൻസ്, അത് മൈക്രോ ലെവലിൽ പോയിട്ട് അത് സൂക്ഷ്മദർശിനി വെച്ച് നോക്കി അവിടെ ഓരോ മണ്ഡലവും എങ്ങനെ പിടിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. 242 മണ്ഡലങ്ങൾ UP-യിൽ, പിന്നെ പഞ്ചാബിൽ, വെസ്റ്റ് ബംഗാളിൽ, തമിഴ്നാട്ടിൽ, കേരളത്തിലൊക്കെ ആയിട്ട് ഉണ്ട്. അതാണ് ഇന്നിപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾ 240-ൽ നിന്ന് 340-ഓ 360-ഓ ആക്കണമെങ്കിൽ ഇവിടെ കുറേ സീറ്റുകൾ പിടിച്ചാലേ നടക്കണം. ഇനി ബാക്കിയുള്ള ഇപ്പോൾ കിട്ടിയ സ്റ്റേറ്റുകളിലൊന്നും ഇനി ചകഞ്ഞിട്ട് കൂടുതൽ കിട്ടാനില്ല. അതിൻ്റെയൊക്കെ മാക്സിമം എത്തിരിക്കണം. അവിടെ വല്ലതും കുറഞ്ഞാലേ ഉള്ളൂ. സോ BJP ഇപ്പോഴത്തെ ഈ അധികാരത്തിൽ അഭിരമിച്ച് റിലാക്സ് ചെയ്ത് പോവുകയല്ല. ദേ ആർ വർക്കിംഗ് ഹാർഡ്. അവർ ഒരിക്കലും അഭിരമിക്കാറില്ല എന്ന് മാത്രമല്ല, വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നരേന്ദ്രമോദി ഇപ്പോൾ വിദേശമൊക്കെ വിട്ട് അദ്ദേഹം പൂർണ്ണമായും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സ്വദേശ കാര്യങ്ങളിലാണ്. ഇപ്പം നമ്മൾ ഇറാൻ്റെ കാര്യം പറയുന്നു, അവിടെ എന്താ ഇടപെടാത്തത് എന്നൊക്കെ ചോദിക്കുന്നത്. അദ്ദേഹം അതുപോലെ തന്നെ പിന്നെ ചുമ്മാ കിടന്ന് ബഹളം വയ്ക്കുന്ന ട്രംപിനെതിരെ മറുപടി പറയാത്തത് എന്താണെന്നൊക്കെ ചോദിക്കുന്നത്. അദ്ദേഹം അതെല്ലാം പൂർണ്ണമായിട്ടും ഇപ്പോൾ ഒന്ന് സൈലൻ്റ് ആയിരിക്കണം. കാരണം ലോക സിറ്റുവേഷൻ ഇപ്പോൾ ശരിയല്ല. സൈലൻസ് ഈസ് എ സ്ട്രാറ്റജി എന്ന് പറഞ്ഞ് അദ്ദേഹം നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സമയം കിട്ടുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് അറിയാം, ഇപ്പോൾ ഈ കലക്കവെള്ളത്തിൽ നമ്മൾ പോയി എന്ത് ചെയ്താലും അത് ദോഷമായിട്ട് വരുള്ളൂ. അത് മീൻ പിടിക്കാനായിട്ട് പറ്റിയ സമയമല്ല. അത് നമ്മുടെ കയ്യിൽ കൊത്തു കിട്ടുന്ന സമയമാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ പൂർണ്ണമായും ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യയുടെ ഉള്ളിൽ അദ്ദേഹത്തിന് ഏതൊക്കെ സ്ഥലങ്ങളിൽ അടിപറ്റിയിട്ടുണ്ടോ അതെല്ലാം കറക്റ്റ് ചെയ്യുക. കറക്റ്റ് ചെയ്ത് 2029-ൽ അത് പ്രധാനമായ ഒരു സാധനം വനിതാ ബില്ലാണ്. വനിതാ ബില്ല് ഇനിയിപ്പോൾ രണ്ടാമത് വെച്ചൊന്നും പാസ്സാക്കണ്ട. പക്ഷേ ഇത് വലിയൊരു കെണിയാണ് ഇന്ത്യ മുന്നണിക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കേരളത്തിൽ 30 സീറ്റ് കിട്ടുമായിരുന്നു, ഇനി ചിലപ്പോൾ 19 സീറ്റായി പോകും. ഇപ്പോൾ പാസ്സാക്കി വെച്ചിരിക്കുന്ന ബില്ല് നടപ്പിലാക്കിയാൽ മതി എന്നാണ് ഇപ്പം ഇന്ത്യ മുന്നണി സമ്മതിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പലപ്പോഴും പല സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾക്കും അടി കിട്ടാൻ പോവുകയാണ്. 39 സീറ്റുള്ള തമിഴ്നാട്ടിൽ ചിലപ്പോൾ 39 സീറ്റ് ഇനി ഉണ്ടായെന്ന് വരില്ല. അവർക്ക് 59 സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. 39 സീറ്റിന് പ്രൊപ്പോർഷണേറ്റ് ആയിട്ട് 59 സീറ്റ് കൊടുക്കാം. കേരളത്തിന് 20 ഉള്ളത് 30 ആക്കി കൊടുക്കാം, 32 ആക്കി കൊടുക്കാമെന്നാണ് പറഞ്ഞത് അതിൻ്റെ ഷണ്ട് ബഡ്ജറ്റ്. ഇനിയിപ്പോൾ അത് കിട്ടില്ല എന്ന് മാത്രമല്ല, 20-ൽ കുറവ് ചിലപ്പോൾ വന്നുകൂടായില്ല. അങ്ങനെ വരുമ്പോൾ പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ലാത്ത അവസ്ഥ വരും. അത് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടാണ് അവർ പോകുന്നത്. ഇനി ഇന്ത്യ മുന്നണിക്ക് ഇത് പറഞ്ഞ് വിലപിക്കാൻ ഒക്കില്ല. നോർത്ത് സൗത്ത് പറഞ്ഞ് വിലപിക്കാൻ പറ്റാത്ത വിധത്തിൽ അവരൊരു കെണിയിൽ പെടുത്തി ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയിപ്പം ഡീലിമിറ്റേഷനും അതുപോലെ തന്നെ വനിതാ ബില്ലും ഒക്കെ വരുമ്പോൾ വലിയ പതനത്തിലേക്കാണ് ഇന്ത്യ മുന്നണി പോകുന്നത്. ഈ ഇലക്ഷനിൽ TMCക്ക് മുമ്പ് കിട്ടിയിരുന്ന അപ്രമാദിത്വം കിട്ടാതാകാൻ പോകുന്നു. ഒന്നുകിൽ ഭരണത്തിൽ നിന്ന് പുറത്താകാൻ പോകുന്നു, അല്ലെങ്കിൽ നേരിയ തോതിലുള്ള ഒരു ഭൂരിപക്ഷത്തിന് ഭരണത്തിൽ വന്നാൽ പഞ്ചാബിൽ സംഭവിച്ചത്
വെസ്റ്റ് ബംഗാളിൽ അധികം താമസിയാതെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, BJP കൃത്യമായ പ്ലാനുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുകയാണ്. പ്ലാനുകൾ തയ്യാറാക്കുക മാത്രമല്ല, അത് എക്സിക്യൂട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് അവരുടെ തിങ്ക് ടാങ്കും അവരുടെ പ്രവർത്തകരും നേതൃത്വവും ഒക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചതുപോലെ ലഭിച്ച അധികാരത്തിൽ അഭിരമിക്കാതെ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അത് പ്ലാനുകൾ തയ്യാറാക്കുന്നതാണെങ്കിൽ തന്നെയും പുതിയ നേതൃത്വത്തെ കണ്ടെത്തുന്നതാണെങ്കിൽ തന്നെയും ഒരുപോലെ അവർ മികച്ച രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് BJP. അതുതന്നെയാണ് അവർക്ക് ലഭിക്കുന്ന റിസൾട്ടിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറുവശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്, അഭിപ്രായ വ്യത്യാസം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. ഓരോ മാസം കഴിയുന്തോറും അവരുടെ അംഗസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആം ആദ്മി പാർട്ടി ക്യാമ്പിൽ നിന്നും BJPയിലേക്ക് എത്തുന്നു. ഇനി കൂടുതൽ പേർ എത്തുമെന്ന് പറയുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ള നിരീക്ഷണം വരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ പഞ്ചാബ് ആയാലും പശ്ചിമ ബംഗാളായാലും കൃത്യമായി ഒരു പ്ലാൻ, ഒരു പദ്ധതി BJP വിജയിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ തെക്കേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവിടെയും വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ അവർ വളരെ കൺസിഡറബിൾ ആയിട്ടുള്ളൊരു മുന്നേറ്റം നടത്താൻ സാധിക്കുന്ന വിധത്തിൽ ഉള്ള അണ്ടർഗ്രൗണ്ട് വർക്കുകൾ, അതായത് അടിത്തട്ടിലെ വർക്കുകൾ അവർ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് അഡ്വക്കേറ്റ് വേണുഗോപാൽ MS പറഞ്ഞിരിക്കുന്നത്. വളരെയധികം നന്ദി സാർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.